നമ്മുടെ ഈ CA ഇന്റർ ഇനി വരാൻ പോകുന്ന സെപ്റ്റംബർ എക്സാമിന് എന്തൊക്കെയാണ് ഇൻകം ടാക്സിലും GSTയിലും വന്ന ചേഞ്ചസ് എന്നാണ് ഞാൻ ഇപ്പോൾ ഈ ചെറിയൊരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇൻകം ടാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയ് 24 എക്സാമിന് പഠിച്ച അമെൻമെൻറ്റ്സ് അപ്ഡേറ്റ്സും ഇല്ലേ, ആ സെയിം അമെൻമെൻറ്റ്സ് അപ്ഡേറ്റ്സ് തന്നെയാണ് സെപ്റ്റംബർ CA ഇന്റർ ഇൻകം ടാക്സിനുള്ളത്. എന്ന് വെച്ചാൽ സെപ്റ്റംബർ CA ഇന്റർ ഇൻകം ടാക്സിന് അഡീഷണലായിട്ട് ഒരു അമെൻമെൻറ്റ്സും ഇല്ല. ഇനി GSTയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രമേ അഡീഷണലി വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ അമെൻമെൻറ്റ്സും അപ്ഡേറ്റ്സും മെയ് 24 GSTക്ക് വന്ന സെയിം കാര്യം തന്നെയാണ് സെപ്റ്റംബർ CA ഇന്റർ GSTക്ക് ഉള്ളത്. ഒരു ചെറിയൊരു കാര്യം ആഡ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ രജിസ്ട്രേഷൻ എന്നുള്ള ചാപ്റ്ററിൽ റിസ്ക് ബേസ്ഡ് ബയോമെട്രിക് ആധാർ ഓതൻറ്റിക്കേഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നല്ലേ. ഇത് ട്രയൽ റൺ ബേസിൽ, അതായത് പൈലറ്റ് ബേസിൽ ഗുജറാത്തിൽ മാത്രമായിരുന്നു അപ്ലിക്കബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ പുതുച്ചേരി, ആന്ധ്രാപ്രദേശ് ഈ 2 ഏരിയയിലായിട്ടും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് മാത്രമേ GSTയിൽ വന്ന ഒരു അഡീഷണൽ പോയിന്റ് ഉള്ളൂ. ബാക്കി ഇൻകം ടാക്സും GSTയും മെയ് 24 എക്സാമിന് നിങ്ങൾ എന്താണോ പഠിച്ചത് അതേ കാര്യം തന്നെയാണ് സെപ്റ്റംബർ 24 CA ഇന്റർ എക്സാമിന് അപ്ലിക്കബിൾ. ഓക്കെ, വേറെ ഒരു ചേഞ്ചും ഇല്ല. ഈ GSTയിൽ വന്ന ഈ ഒരു ചേഞ്ച് മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എക്സാമൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.